എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് തൃത്താലയിലെ പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് നടന്നത്. ഹമാസ് തീവ്രവാദികളായ ഹസൻ നസ്രറിനെയും ഇസ്മായിൽ ഹനിയുടെയും ഫോട്ടോ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇവന്മാരെ ഈ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാൻ പിന്നിൽ പ്രവർത്തിച്ചത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് സ്ക്വാഡാണ്. നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചോ? ഒന്ന് തറവാടീസ്, തെക്കേ ഭാഗം, പിന്നെന്താ വേറെ ഇവന്മാരെ സുഡാപ്പികൾ വേറെ പേരും. അപ്പോൾ ഇത് ശരിക്കും ഇവരുടെ ഹിറ്റ് സ്ക്വാഡുകളാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് മാനങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ചതിന് ശേഷം ഇവന്മാരുടെ സാമ്പത്തികമായ എല്ലാ സ്രോതസ്സും അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എല്ലാ ഭാഗത്തു നിന്നും ഇവന്മാർ വരിഞ്ഞു മുറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവന്മാർ കേരളത്തിൽ നിന്ന് കുറേ സുഡാപ്പി നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടില്ലേ. അവന്മാർക്ക് ഇപ്പോൾ ഏത് ജയിലിലുള്ളതെന്ന് പോലും, ചില നേതാക്കന്മാർ ഏത് ജയിലിലുള്ളതെന്ന് പോലും ആർക്കും അറിയില്ല. ആർക്കും ജാമ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാനും പറ്റില്ല. ഇൻ കേസ് ആരെങ്കിലും ജാമ്യമായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് പൈസ ഇവിടുന്ന് ഈ പോയ ആൾക്കാർ ഫുൾ ഡീറ്റെയിൽസ് പൊക്കും. അവന്മാരും ചിലപ്പോൾ പിടിച്ച് അകത്തിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ട് ഒരാളും ഇവന്മാരെ അന്വേഷിച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറേ സുഡാപ്പി, ഇപ്പോൾ നേതാക്കന്മാരെ കേരളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിടും. അത് സാധാരണപ്പെട്ട തീവ്രവാദികൾ, സുഡാപ്പി തീവ്രവാദികൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനുമായി ബന്ധപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ POK പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഹമാസിൻ്റെ ലീഡർ വന്നിട്ട് ഈ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയുടെയും സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ അവർ അന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഓപ്പറേഷൻ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയ അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉയർത്തിയിരുന്നു കേട്ടോ. അവരങ്ങനെ ഹമാസ് ഇന്ത്യയിൽ അവരുടെ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസ് കേരളത്തിലെ മലപ്പുറത്തോ കോഴിക്കോടോ ഒക്കെ ആയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉയർത്തിയിരുന്നു. അപ്പോൾ അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി, ഇവരുടെ തീവ്രവാദ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ആ പ്ലാറ്റ്ഫോം ആവശ്യമാണ്, മാത്രമല്ല ഫണ്ടും ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പോപ്പുലർ ഫണ്ടിനെ സാമ്പത്തികമായി എല്ലാ രീതിയിലും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവിടെ ഒരുപാട് സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടി നേതാക്കന്മാരുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തു. വിദേശത്ത് നിന്ന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം, ഹമാസിൻ്റെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ടു നടക്കാൻ സൗകര്യമായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇവന്മാർ ഒരു യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ, ഈ ഹമാസിൻ്റെ യൂണിറ്റ് ഇന്ത്യയിൽ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസ് കേരളത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യം തന്നെ, ഇവർ POK ഇവിടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വെള്ളപൂശേണ്ടി വരും. ഇവർക്ക് കേരളത്തിലെ മാധ്യമങ്ങളടക്കം വെള്ളപൂശേണ്ടി വരും. നമുക്കറിയാം, ഇവർ കേരളത്തിൽ തന്നെ ഇന്ത്യൻ ആർമിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൊല്ലപ്പെട്ടിരുന്നു കുറേ എന്താ പറയുക തീവ്രവാദി കേരളത്തിലെ സുഡാപ്പികൾ. ഈ നീലേശ്വരത്തു നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ പോയിരുന്നു. ഒന്ന് ആലോചിക്കുക, അതൊന്നും വലിയ വാർത്തയാക്കില്ല. അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ല. അപ്പോൾ എന്താ പറയുക, അതിനൊക്കെ വെള്ളപൂശുന്ന തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇനിയും, അതായത് ഹമാസിന് വേണ്ടിയിട്ട് POKയിലോ ഇന്ത്യയിലോ അവരുടെ ഇത് നടത്തുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതിനൊക്കെ വെള്ളപൂശേണ്ടി വരും കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കാത്തത്. എന്തിനാലും കേന്ദ്ര സർക്കാരും കേരള പോലീസ് ഒരു ആക്ഷനും എടുക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലൊരു നടപടി കേരള പോലീസ് എടുക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സർക്കാർ, നരേന്ദ്രമോദി, അമിത്ഷാ നയിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? അത് ചിലപ്പോൾ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാകാം. നമുക്കറിയാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? അത് CA സമരത്തിലടക്കം എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞാണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CA ഏകദേശം 90 ദിവസം നീണ്ടു നിന്നു. ഡൽഹിയിലെ എല്ലാ ഇതൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം ഇവന്മാർ സമരം ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത്, പോപ്പുലർ ഫണ്ട് നിരോധിച്ചപ്പോഴാണ് മനസ്സിലായത്. അതായത് ആ സമയത്തൊക്കെ എല്ലാം ഇവരുടെ മാളത്തിൽ കിടക്കുന്ന സുഡാപ്പികൾ, ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന സുഡാപ്പികളൊക്കെ പുറത്ത് കൊണ്ടുവരുന്ന ലക്ഷ്യം മാത്രമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് പോലും കേരളത്തിലെ സംഖ്യകളടക്കം പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി അമിത്ഷായ്ക്ക് ഒന്നൊക്കെ ആംബിയർ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഖ്യകൾ ഇവർ പോസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ ആംബിയർ നഷ്ടപ്പെട്ടല്ല, അവന്മാരൊക്കെ എല്ലാം കാണുന്ന കുറേ കളികൾ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ താഴെത്തട്ടുന്ന് നമ്മുടെ പോസ്റ്റർ ഒട്ടിച്ച് നടന്നിരുന്ന ആൾക്കാരായിരുന്നു അമിത്ഷായും ഈ നരേന്ദ്രമോദിയൊക്കെ. അപ്പോൾ അവന്മാർക്കറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. അപ്പം പർപ്പസ്ഫുള്ളി മൗനം പാലിച്ചു കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇതിനിടയിൽ ഇവന്മാർ കുറേ ആൾക്കാർ മാളത്തിലുള്ള സുഡാപ്പികളൊക്കെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ എന്താ പറയുക, ശരിക്കും അവർ എക്സ്പോസ്ഡായി. അവരെല്ലാ ഡീറ്റെയിൽസും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെത്തി. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇവന്മാരെ നിരോധിച്ചത്. അപ്പോൾ അതുപോലെ ഒരു പർപ്പസ്ഫുള്ളി ഒരു മൗനം കേരളത്തിലും പാലിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. കേരളത്തിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത്രയും ആൾക്കാരുണ്ട്. നമുക്ക് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ മുമ്പൊക്കെ ഇത്തരം ഈ തീവ്രവാദ ആശയങ്ങളൊക്കെ പറയുന്നവരും ഈ തീവ്രമായ പോസ്റ്റുകൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സുഡാപ്പികളെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരും സുഡാപ്പികൾ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ ഇപ്പം അത് മാറി ഇത്തരം ആൾക്കാരെ ഹമാസോളികൾ എന്നാണ് വിളിക്കുന്നത്. സുഡാപ്പികളൊക്കെ വിട്ടു ഇപ്പോൾ ഹമാസോളികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹമാസോളികളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ POKയിലെ വാർത്ത വന്നില്ലേ, അതായത് ഈ ഹമാസ് ലീഡർ അവിടെ നിന്ന്
പ്രസംഗിച്ചപ്പോൾ സോഷ്യൽ മീഡിയ വലിയ വാർത്തയായി. അപ്പോൾ അതിനിടയിൽ വന്ന പല കമൻറ്റുകളിലും വന്ന് നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും സപ്പോർട്ട് ചെയ്തിരുന്നത് ഇത്തരം കേരളത്തിലെ ആൾക്കാരായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവന്മാരെ ഹമാസോളികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. നിങ്ങൾ നോക്കിക്കോ, കേരളത്തിലടക്കം ഉടൻ തന്നെ ഹമാസിൻ്റെ ഇത്തരം ആക്ടിവിറ്റീസ്, ഇപ്പോൾ പാലക്കാട് പള്ളി ഉറൂസ് ആണെന്നില്ല, അപ്പോൾ പള്ളിയിലാണ് തുടക്കമിട്ടത്. ഇനി പല പല കേന്ദ്രങ്ങളിലായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കും. ഇൻ കേസ് ഇപ്പോൾ ഇലക്ഷൻ എടുക്കാൻ വേണ്ടി 2026 ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, CPM മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ CPM പോലും അമ്പലത്തിലെ പല പരിപാടികളോടും ഇത്തരം തീവ്രവാദികളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇവന്മാർക്ക് വോട്ട് മതി. ഇവന്മാർ മന്ത്രിസപ്പെട്ടമാർ ഇവന്മാരെ പറ്റിക്കാൻ എളുപ്പമാണ്. അതായത് ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇവന്മാർ എന്താ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിണറായി വിജയനൊക്കെ ഇവന്മാർ വോട്ട് ചെയ്യും വേണമെങ്കിൽ. അത്രത്തോളം മാത്രമേ വിദ്യാഭ്യാസം ഇവർക്കുള്ളൂ. മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവന്മാർ ചിന്തിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ ഹമാസിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്തായാലും ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്തരത്തിൽ ആൾക്കാരെ പിടിച്ചകത്തിടുക തന്നെ വേണം. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ കേരള സർക്കാരാണ് ആദ്യം ഇത് നടപടി എടുക്കേണ്ടത്. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ പറ്റൂ. അപ്പോൾ എന്തിനാലും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട, കേരള പോലീസിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങളാണെങ്കിൽ ഇത് വലിയ വാർത്തയാക്കുന്നില്ല. 1-2 മാധ്യമങ്ങൾ ഒഴിച്ച് ഒരാളും ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്നിട്ട് കേരളത്തിൽ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞു, എന്തിന് BJP നേതാക്കന്മാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു പരാതി കൊടുത്തൂടെ, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തൂടെ? അപ്പോൾ അതിൻ്റെ പുറത്ത് ആക്ഷൻ എടുക്കില്ലേ? അതിൻ്റെ പുറത്ത് ചർച്ച വരുന്നില്ലേ? എന്തുകൊണ്ട് ഇവരൊന്നും എടുക്കുന്നില്ല? ഇവരൊക്കെ ചുമ്മാ മിണ്ടാതിരിക്കുകയാണ്. അതായത് ഇവന്മാർ ഇവിടെ തീവ്രവാദം കളിക്കട്ടെ, അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടുമെന്നാണോ ഇവന്മാർ വിചാരിക്കുന്നത്? അത് ശരിയല്ല, ആ നടപടി ശരിയല്ല. ഇതിനെ എതിർക്കുകയും വേണം. എതിർത്തിട്ട് എന്താ വേണ്ട, ഇതൊരു നാട്ടിൽ ചർച്ചയാവണം. ഇതിൻ്റെ പേരിൽ ഇത് ചർച്ച ചെയ്യണം. ഇതിന് പുറകിൽ പ്രവർത്തിച്ചവരെ ജനങ്ങൾ അറിയണം. അല്ലാണ്ട് എന്താ പറയുക, ഇവന്മാർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തട്ടെ, അപ്പോൾ നമുക്ക് 4 വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് വെറുതെ മിണ്ടാതിരിക്കുകയല്ലേ വേണ്ട. ഇത് നാട്ടിലൊരു ചർച്ചയാക്കി മാറ്റണം. സോഷ്യൽ മീഡിയ ഉള്ളത് കാരണം കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ട്. എന്തിനാലും കേരളത്തിലെ പോലീസിന് സർക്കാരിൻ്റെ സൈഡിൽ നിന്നോ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഒരു നീതി ലഭിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഇതിങ്ങനെ മൂർച്ഛിച്ച് വരികയുള്ളൂ. 2026 ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എല്ലാത്തിലും ക്രിസ്ത്യൻ പള്ളിയിലടക്കം ഇത്തരം കാര്യങ്ങൾ വരും. നിങ്ങൾ കണ്ടോ, CPMന് സ്വാധീനമുള്ള, അതായത് CPMനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും പള്ളി പ്രദേശത്തുമായി ബന്ധപ്പെട്ട മേഖലയിലേക്കും ഇതൊക്കെ കടന്നു വരും, അമ്പലങ്ങളിലേക്കും കടന്നു വരുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ എഴുതി വെച്ചോ, 2026 അടുത്ത വർഷം ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നിൽ ഇവന്മാർ ഈ ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒന്ന് ആലോചിക്കുക, കേരളത്തിൽ ഇപ്പം നമുക്കൊന്നും കേരളത്തിൽ വെളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കേരളം വിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ എവിടെ ചെന്ന് കഴിഞ്ഞാലും കേരളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവന്മാർ വേറെ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അവർ കേരളം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും തീവ്രവാദികൾ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ പുറത്ത് പോയാൽ പോലും ഒരു ഹോട്ടൽ റൂം, അതായത് പുറത്ത് പഠിക്കാൻ വന്ന, കേരളം വിട്ട് പുറത്ത് പഠിക്കാൻ പോകുന്ന, തിരുനെല്ലിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊന്നും വീട് പോലും കിട്ടുന്നില്ല. എനിക്കൊക്കെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എന്താ പറയുക, സിസ്റ്റേഴ്സിനെയൊക്കെ വളരെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് അതുകൊണ്ട് വീട് അന്വേഷിച്ച് ചെന്നപ്പോൾ കേരളത്തിലാണോ നിങ്ങൾക്ക് വീട് കിട്ടില്ല എന്നുള്ള അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഈ അടുത്ത കാലത്ത് ഡൽഹിയിലൊക്കെ എന്താ പറയുക, പഠിക്കാൻ പോയ കുട്ടികൾക്ക് വീട് കിട്ടുന്നില്ല. ഇവന്മാർ കാരണം, ഈ കേരളത്തിൽ ഈ ഹമാസോളികൾ കാരണം മൊത്തത്തിൽ കേരളത്തിൽ മൊത്തം നാണക്കേടായിരിക്കുകയാണ്. എന്തായാലും ഇത് കേരളം പോകുന്നത് വളരെ മോശം ഒരു അവസ്ഥയിലേക്കാണ്. ഇതിനെന്തായാലും ഒരു അറുതി കിട്ടിയേ പറ്റൂ. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളോ ഇതൊന്നും കാര്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധ്യതയില്ല. കേരള സർക്കാരിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുകയും ചെയ്യില്ല. ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനായിട്ട് കൊണ്ടുനടന്ന് ഇത് വലിയ വാർത്തയാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് കാത്തിരിക്കാൻ, എന്തെങ്കിലും നടക്കുമെന്ന് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.